+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്നൊരു ഏരിയയാണ് ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സസ്. അതായത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ് ലിബ്രെ ഓഫീസ് കാൽക്കാണ്. ഈ ലിബ്രെ ഓഫീസ് കാൽക്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് സം പ്രോഡക്റ്റ്. കുറച്ച് പ്രോഡക്റ്റിൻ്റെ പേര്, അതിൻ്റെ സപ്ലയർ, ക്വാണ്ടിറ്റി, പ്രോഡക്റ്റ് കോഡ് ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. എൻ്റർ ദ ഡീറ്റെയിൽസ് ഇൻ എ ടെക്സ്റ്റ് ഫയൽ. ഇതൊരു ടെക്സ്റ്റ് ഫയൽ എൻ്റർ ചെയ്തിട്ട് അത് ഈ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലിബ്രെ ഓഫീസ് കാൽക്ക് തരുന്ന ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾക്ക് മറ്റ് തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് സ്പ്രെഡ്ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾക്ക് എങ്ങനെ ഏത് രീതിയിൽ, ഇതേ രീതിയിൽ ടേബിളായിട്ട് വേണമെങ്കിൽ ടേബിളായിട്ട് തന്നെ നമ്മൾ ടെക്സ്റ്റായിട്ട് അടിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ടെക്സ്റ്റുകൾ, അതായത് വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് കൂടുതൽ സഹായിക്കുന്നത് ഈ ഡേറ്റ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഫോർമാറ്റ് ചെയ്യാനോ, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് വലുതാക്കാൻ, ചെറുതാക്കാൻ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇത് മാറ്റാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റാണ്. ഇപ്പോൾ ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷനാണ് .ods എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് സ്പീഡിൽ നല്ല രീതിയിൽ തെറ്റില്ലാതെയൊക്കെ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റിലേക്ക് ടെക്സ്റ്റ് ഫയൽസോ നോൺ ടെക്സ്റ്റ് ഫയൽസോ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ടെക്സ്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഫോർമാറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. നോൺ ടെക്സ്റ്റ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്പ്രെഡ്ഷീറ്റ് പോലെയുള്ള ഫയലുകൾ, അതായത് അതിൻ്റെ എക്സ്റ്റൻഷൻ .ods, എക്സൽ ആണെങ്കിൽ .xls, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെയാണ് നോൺ ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഫയലിൽ നിന്നും നോൺ ടെക്സ്റ്റ് ഫയലിൽ നിന്നും നമുക്ക് ലിബ്രെ ഓഫീസ് കാൽക്കിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ .txt മാത്രമല്ല അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തൊരു എക്സ്റ്റൻഷനും കൂടെ പഠിച്ചു വെച്ചോളണം. .csv എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. .csv എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളും. കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്നാണ് .csvയുടെ ഫുൾ ഫോം. നമ്മളീ പഠിക്കുന്ന ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന .ods ആണ്. അതായത് ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു 1 മാർക്കിന് വേണ്ടി പഠിച്ചു വെച്ചേക്കണം. അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഏത് തരത്തിലുള്ള ഡോക്യുമെൻറ്റിൽ നിന്നും നമ്മൾക്ക് ലിബ്രെ ഓഫീസ് കാൽക്കിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള പാത്താണ് ഈ തന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ അക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഓപ്പണായി വരും. അതിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ ജസ്റ്റ് കോമയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതുകൊണ്ട് ആ ഡോക്യുമെൻ്റ് എടുത്ത് കാണിക്കാം. നമ്മൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുമ്പോൾ അതെടുക്കാനുള്ള പാത്ത് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ അക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ഞാൻ ഓപ്പൺ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണിത്. ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ബ്ലാങ്കായിട്ടൊരെണ്ണം ഓപ്പണായി വരും. ഞാൻ അതിൽ ജസ്റ്റ് കോമയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് സേവ് ചെയ്യുകയാണ്. കാരണം ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ 1-2 മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്തതാണ്. അത് സേവ് ചെയ്ത് ഞാൻ ഇതിന് നേരത്തെ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട്, പ്രോഡക്റ്റ് എന്ന്. അപ്പോൾ പ്രോഡക്റ്റ് .txt എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ സേവ് ചെയ്യുമ്പോൾ വരുന്നത്. ഇത്രയും ചെയ്ത് അത് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ലിബ്രെ ഓഫീസ് കാൽക്കിൽ വന്ന് ലിബ്രെ ഓഫീസ് കാൽക്ക് പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഷീറ്റിൽ നിന്ന്
ഇൻസെർട്ട് ഷീറ്റ് ഫ്രം ഫയൽ എടുക്കുക. ഫ്രം ഫയൽ ഇവിടെ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്യുമ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ പ്രോഡക്റ്റ് എന്നാണ് എൻ്റെ പേര് കൊടുത്തതെന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഫയൽ നെയിം പ്രോഡക്റ്റ് വരും. ഓപ്പൺ കൊടുക്കുക. നമുക്കിതുപോലെ ടെക്സ്റ്റ് ഇമ്പോർട്ടർ എന്നും പറഞ്ഞ് ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും. ഇവിടെ താഴെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡേറ്റ ടേബിളിലായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും നേരത്തെയുള്ള വിൻഡോയിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കോമ ഇട്ട് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡേറ്റ നമുക്ക് ഇവിടെ കോളം വൈസ് റോ വൈസായിട്ട് അറേഞ്ച് ചെയ്ത് കിട്ടും.